ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 21-ാം അധ്യായമാണ് നാം ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഈ അധ്യായത്തിൽ ദരിദ്രയായ വിധവയുടെ കാണിക്ക ഈശോ പ്രശംസിക്കുന്നുണ്ട്. തുടർന്ന് ലോകാവസാന കാലങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ തലയുയർത്തി നിൽക്കുമെന്ന്. കാരണം ആ ദുരിതങ്ങളൊക്കെ വരുമ്പോൾ കർത്താവ് വരുന്ന സമയമായി. കർത്താവ് വരുമ്പോൾ നമ്മുടെ വിമോചനവും സമീപിച്ചിരിക്കുന്നു. അത് സന്തോഷത്തോടുകൂടി തലയുയർത്തി നിൽക്കുവാൻ നമ്മളെ ഈശോ പഠിപ്പിക്കുകയാണ്, പ്രേരിപ്പിക്കുകയാണ്. ആ ദിവസങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സദാ ജാഗരൂകരായിരിക്കുവാനും നമ്മളെ അവിടെ നിന്ന് ഉദ്ബോധിപ്പിക്കുന്നു. സ്നേഹ ഈശോയെ, അങ്ങയുടെ രണ്ടാം വരവിന് ഞങ്ങൾ ഒരുക്കമുള്ളവരായി കാണപ്പെടുവാൻ അങ്ങ് ഞങ്ങൾക്ക് അടയാളങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. കർത്താവേ, അങ്ങയുടെ കൂടെ ഓരോ നിമിഷവും സന്തോഷത്തോടുകൂടി സഞ്ചരിക്കുവാനും പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കുവാനും ലോകത്തിൻ്റെ കളങ്കമേശാതെ ഞങ്ങളെ കാത്തുകൊള്ളുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഒന്നാമത്തെ ചോദ്യം, ലൂക്ക 21-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ തലക്കെട്ട്. ഓപ്ഷൻ എ, ക്ലേശങ്ങളുടെ ആരംഭം. ഓപ്ഷൻ ബി, ജാഗരൂകരായിരിക്കുവിൻ. ഓപ്ഷൻ സി, മനുഷ്യപുത്രൻ്റെ ആഗമനം. ശരിയുത്തരം ഓപ്ഷൻ ബി, ജാഗരൂകരായിരിക്കുവിൻ. രണ്ടാമത്തെ ചോദ്യം, അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ഡാഷ് ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ, ഫരിസേയർ. ഓപ്ഷൻ ബി, ദരിദ്രയായ വിധവ. ഓപ്ഷൻ സി, ധനികർ. ശരിയുത്തരം ഓപ്ഷൻ സി, ധനികർ. മൂന്നാമത്തെ ചോദ്യം, ദരിദ്രയായ ഒരു വിധവ എത്ര ചെമ്പ് തൊട്ടുകളാണ് ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിട്ടത്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 1. ശരിയുത്തരം ഓപ്ഷൻ എ 2. 4. ദരിദ്രയായ ഈ വിധവ ആരേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ മറ്റെല്ലാവരെയുംകാൾ. ഓപ്ഷൻ ബി ധനികരേക്കാൾ. ഓപ്ഷൻ സി മറ്റുള്ളവരേക്കാൾ. ശരിയുത്തരം ഓപ്ഷൻ എ മറ്റെല്ലാവരെയുംകാൾ. 5. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു, ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. അധ്യായം വാക്യം. ഓപ്ഷൻ എ ലൂക്ക 21:4. ഓപ്ഷൻ ബി ലൂക്ക 21:3. ഓപ്ഷൻ സി ലൂക്ക 21:5. ശരിയുത്തരം ഓപ്ഷൻ ഇ ലൂക്ക 21:4. 6. ലൂക്ക 21:5 ചില ആളുകൾ ദേവാലയം എപ്രകാരം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്? ഓപ്ഷൻ എ വിലയേറിയ കല്ലുകളാലും കാണിക്കകളാലും. ഓപ്ഷൻ ബി വിലയേറിയ കാണിക്ക വസ്തുക്കളാലും. ഓപ്ഷൻ സി വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും. ശരിയുത്തരം ഓപ്ഷൻ സി വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും. 7. നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന ഡാഷ് വരുന്നു. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ കാലം. ഓപ്ഷൻ ബി സമയം. ഓപ്ഷൻ സി നാൾ. ശരിയുത്തരം ഓപ്ഷൻ ബി സമയം. 8. ലൂക്ക 21:7 ആദ്യത്തെ ചോദ്യം. ഓപ്ഷൻ എ ഗുരു, ഇത് എപ്പോഴാണ് സംഭവിക്കാൻ തുടങ്ങുന്നത്? ഓപ്ഷൻ ബി ഗുരു, ഇത് എപ്പോഴാണ് സംഭവിക്കുക? ഓപ്ഷൻ സി ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ്? ശരിയുത്തരം ഓപ്ഷൻ ബി
ഗുരു, ഇത് എപ്പോഴാണ് സംഭവിക്കുക? 9. ആരും നിങ്ങളെ ഡാഷ് സൂക്ഷിച്ചുകൊള്ളുവിൻ. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ വഴിതെറ്റിക്കാതിരിക്കാൻ, ഓപ്ഷൻ ബി വഞ്ചിക്കാതിരിക്കാൻ, ഓപ്ഷൻ സി കബളിപ്പിക്കാതിരിക്കാൻ. ശരിയുത്തരം ഓപ്ഷൻ എ വഴിതെറ്റിക്കാതിരിക്കാൻ. 10. ലൂക്ക 21:8 എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും. തുടർന്ന് യേശു പറയുന്നതെന്ത്? ഓപ്ഷൻ എ നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ഓപ്ഷൻ ബി നിങ്ങൾ അവരെ അനുഗമിക്കരുത്. ഓപ്ഷൻ സി നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. ശരിയുത്തരം ഓപ്ഷൻ സി നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. 11. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. തുടർന്ന് യേശു പറയുന്നതിൽ രണ്ടാമത്തേത്. ഓപ്ഷൻ എ ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും. ഓപ്ഷൻ ബി ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്. ഓപ്ഷൻ സി എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല. ശരിയുത്തരം ഓപ്ഷൻ സി എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല. 12. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലയുയർത്തും. തുടർന്ന് ലൂക്ക 21:11 ഉണ്ടാകുമെന്ന് യേശു പറയുന്നതിൽ നാലാമത്തേത്. ഓപ്ഷൻ എ വലിയ ഭൂകമ്പങ്ങൾ, ഓപ്ഷൻ ബി പകർച്ചവ്യാധികൾ, ഓപ്ഷൻ സി ഭീകര സംഭവങ്ങൾ. ശരിയുത്തരം ഓപ്ഷൻ സി ഭീകര സംഭവങ്ങൾ. 13. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും എന്ന് ശിഷ്യരോട് അരുൾ ചെയ്ത യേശു ലൂക്ക 21:12 പറയുന്നതിൽ ആദ്യത്തേത്. ഓപ്ഷൻ എ അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. ഓപ്ഷൻ ബി അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. ഓപ്ഷൻ സി എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. ശരിയുത്തരം ഓപ്ഷൻ ബി അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. 14. ഡാഷ് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ എന്ത് മറുപടി പറയണമെന്ന്, ഓപ്ഷൻ ബി എന്ത് ഉത്തരം പറയണമെന്ന്, ഓപ്ഷൻ സി എങ്ങനെ മറുപടി പറയണമെന്ന്. ശരിയുത്തരം ഓപ്ഷൻ ബി എന്ത് ഉത്തരം പറയണമെന്ന്. 15. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. അധ്യായം വാക്യം. ഓപ്ഷൻ എ ലൂക്ക 21:13, ഓപ്ഷൻ ബി ലൂക്ക 21:14, ഓപ്ഷൻ സി ലൂക്ക 21:15. ശരിയുത്തരം ഓപ്ഷൻ സി ലൂക്ക 21:15. 16. ലൂക്ക 21:16 ശിഷ്യന്മാരിൽ ചിലരെ ഒറ്റിക്കൊടുക്കുകയും കൊല്ലുകയും ചെയ്യും എന്ന് പറയുന്ന വിഭാഗത്തിൽ മൂന്നാമത്തേത്. ഓപ്ഷൻ എ മാതാപിതാക്കന്മാർ, ഓപ്ഷൻ ബി ബന്ധുമിത്രങ്ങൾ, ഓപ്ഷൻ സി സ്നേഹിതർ. ശരിയുത്തരം ഓപ്ഷൻ ബി ബന്ധുമിത്രങ്ങൾ. 17. എൻ്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും. തുടർന്ന് യേശു പറയുന്നതെന്ത്? ഓപ്ഷൻ എ നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ഓപ്ഷൻ ബി എങ്കിലും നിങ്ങളുടെ ഒരു തലമുടിയിഴ പോലും നശിച്ചു പോവുകയില്ല. ഓപ്ഷൻ സി പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. ശരിയുത്തരം ഓപ്ഷൻ ബി എങ്കിലും നിങ്ങളുടെ ഒരു തലമുടിയിഴ പോലും നശിച്ചു പോവുകയില്ല. 18. ലൂക്ക 21:20 ജെറുസലേമിൻ്റെ നാശം അടുത്തിരിക്കുന്നുവെന്ന് എങ്ങനെ അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് യേശു പറയുന്നത്.
ഓപ്ഷൻ എ ജെറുസലേമിനു ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ. ഓപ്ഷൻ ബി ആകാശശക്തികൾ ഇളകുമ്പോൾ. ഓപ്ഷൻ സി സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ. ശരിയുത്തരം ഓപ്ഷൻ എ ജെറുസലേമിനു ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ. 19 ജെറുസലേമിൻ്റെ നാശം അടുത്തിരിക്കുന്നുവെന്നറിയുമ്പോൾ യൂദായിലുള്ളവർ എവിടേക്ക് പലായനം ചെയ്യട്ടെ എന്നാണ് യേശു പറയുന്നത്. ഓപ്ഷൻ എ ഗ്രാമങ്ങളിലേക്ക്. ഓപ്ഷൻ ബി പട്ടണത്തിലേക്ക്. ഓപ്ഷൻ സി പർവ്വതങ്ങളിലേക്ക്. ശരിയുത്തരം ഓപ്ഷൻ സി പർവ്വതങ്ങളിലേക്ക്. 20 എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട ഡാഷ് ദിവസങ്ങളാണ് അവ. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ പ്രതികാരത്തിൻ്റെ. ഓപ്ഷൻ ബി ക്രോധത്തിൻ്റെ. ഓപ്ഷൻ സി ദുരിതത്തിൻ്റെ. ശരിയുത്തരം ഓപ്ഷൻ എ പ്രതികാരത്തിൻ്റെ. 21 ലൂക്ക 21:23 പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ ആർക്കൊക്കെയാണ് ദുരിതം എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ യൂദായിലുള്ളവർക്ക്. ഓപ്ഷൻ ബി ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും. ഓപ്ഷൻ സി വിജാതീയർക്ക്. ശരിയുത്തരം ഓപ്ഷൻ ബി ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും. 22 ലൂക്ക 21:23 പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ വലിയ ഞെരുക്കം ഉണ്ടാകുമെന്ന് പറയുന്നത് ആർക്കാണ്. ഓപ്ഷൻ എ യൂദായിലുള്ളവർക്ക്. ഓപ്ഷൻ ബി ഭൂമുഖത്ത്. ഓപ്ഷൻ സി വിജാതീയർക്ക്. ശരിയുത്തരം ഓപ്ഷൻ ബി ഭൂമുഖത്ത്. 23 ലൂക്ക 21:23 പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ വലിയ ക്രോധം നിപതിക്കുമെന്ന് പറയുന്നത് ആരുടെ മേലാണ്. ഓപ്ഷൻ എ ഈ ജനത്തിൻ്റെ മേൽ. ഓപ്ഷൻ ബി വിജാതീയരുടെ മേൽ. ഓപ്ഷൻ സി യൂദായിലുള്ളവരുടെ മേൽ. ശരിയുത്തരം ഓപ്ഷൻ എ ഈ ജനത്തിൻ്റെ മേൽ. 24 ലൂക്ക 21:24 പറയപ്പെടുന്ന ദുരിതങ്ങളിൽ ആദ്യത്തേത്. ഓപ്ഷൻ എ ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും. ഓപ്ഷൻ ബി അവർ വാളിൻ്റെ വായ്ത്തലയേറ്റ് വീഴും. ഓപ്ഷൻ സി എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടും. ശരിയുത്തരം ഓപ്ഷൻ ബി അവർ വാളിൻ്റെ വായ്ത്തലയേറ്റ് വീഴും. 25 ലൂക്ക 21:24 എപ്പോൾ വരെ ജെറുസലേമിനെ ചവിട്ടിമെതിക്കുമെന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ ക്രോധത്തിൻ്റെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ. ഓപ്ഷൻ ബി വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ. ഓപ്ഷൻ സി പ്രതികാരത്തിൻ്റെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ. ശരിയുത്തരം ഓപ്ഷൻ ബി വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ. 26 ലൂക്ക 21:24 പ്രകാരം മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുമ്പ് എവിടെയാണ് അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ഓപ്ഷൻ എ ആകാശത്ത്. ഓപ്ഷൻ ബി കരയിലും കടലിലും. ഓപ്ഷൻ സി സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും. ശരിയുത്തരം ഓപ്ഷൻ സി സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും. 27 ലൂക്ക 21:25 പ്രകാരം ജനപദങ്ങളിൽ സംഭ്രമം ഉളവാക്കുന്നതെന്ത്. ഓപ്ഷൻ എ കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ. ഓപ്ഷൻ ബി ആകാശശക്തികൾ ഇളകുമ്പോൾ. ഓപ്ഷൻ സി മേഘഗർജനം കേൾക്കുമ്പോൾ. ശരിയുത്തരം ഓപ്ഷൻ എ കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ. 28 സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഡാഷ് ഡാഷ് കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ഭീതിയും ഉത്കണ്ഠയും. ഓപ്ഷൻ ബി ഭയവും ആകുലതയും. ഓപ്ഷൻ സി ഭയവും ഉത്കണ്ഠയും. ശരിയുത്തരം ഓപ്ഷൻ ബി ഭയവും ആകുലതയും. 29 അപ്പോൾ മനുഷ്യപുത്രൻ ഡാഷ് ഡാഷ് മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ശക്തിയോടും മഹിമപ്രതാപത്തോടും കൂടെ. ഓപ്ഷൻ ബി വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ. ഓപ്ഷൻ സി ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ.
ശരിയുത്തരം ഓപ്ഷൻ സി, ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ. 30. മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുമ്പോൾ ശിഷ്യർ ശിരസുയർത്തി നിൽക്കുവൻ എന്ന് യേശു പറയുന്നത് എന്തിനാലാണ്? ഓപ്ഷൻ ഇ, വിമോചനം സമീപിച്ചിരിക്കുന്നതിനാൽ. ഓപ്ഷൻ ബി, രക്ഷ സമീപിച്ചിരിക്കുന്നതിനാൽ. ഓപ്ഷൻ സി, വിമോചനം ആസന്നമായതിനാൽ. ശരിയുത്തരം ഓപ്ഷൻ ഇ, വിമോചനം സമീപിച്ചിരിക്കുന്നതിനാൽ. 31. ലൂക്ക 21:29 പരാമർശിക്കുന്ന ഉപമ. ഓപ്ഷൻ എ, അത്തിമരവും മറ്റു മരങ്ങളും തളിർക്കുന്നത്. ഓപ്ഷൻ ബി, 10 നാണയത്തിൻ്റെ ഉപമ. ഓപ്ഷൻ സി, മുന്തിരിത്തോട്ടവും കൃഷിക്കാരും. ശരിയുത്തരം ഓപ്ഷൻ എ, അത്തിമരവും മറ്റു മരങ്ങളും തളിർക്കുന്നത്. 32. ആകാശം ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. അധ്യായം, വാക്യം. ഓപ്ഷൻ എ, ലൂക്ക 21:31. ഓപ്ഷൻ ബി, ലൂക്ക 21:32. ഓപ്ഷൻ സി, ലൂക്ക 21:33. ശരിയുത്തരം ഓപ്ഷൻ സി, ലൂക്ക 21:33. 33. ലൂക്ക 21:34 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ മനസ്സ് ദുർബലമാവുമെന്ന് പറയുന്ന കാര്യങ്ങൾ എത്ര? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3. ശരിയുത്തരം ഓപ്ഷൻ സി 3. 34. ലൂക്ക 21:36 സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്? ഓപ്ഷൻ എ, സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ഓപ്ഷൻ ബി, ജാഗരൂകരായിരിക്കുവിൻ. ഓപ്ഷൻ സി, സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുങ്ങിയിരിക്കുവിൻ. ശരിയുത്തരം ഓപ്ഷൻ എ, സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. 35. എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന യേശു രാത്രിയിൽ വിശ്രമിച്ചതെവിടെ? ഓപ്ഷൻ എ, ഗലീലിയിലെ മല. ഓപ്ഷൻ ബി, മലമുകളിൽ. ഓപ്ഷൻ സി, ഒലിവ് മല. ശരിയുത്തരം ഓപ്ഷൻ സി, ഒലിവ് മല. 36. അവൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ ഡാഷ് അവൻ്റെ അടുത്ത് വന്നിരുന്നു. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ, ദേവാലയത്തിൽ. ഓപ്ഷൻ ബി, സിനഗോഗിൽ. ഓപ്ഷൻ സി, മലമുകളിൽ. ശരിയുത്തരം ഓപ്ഷൻ എ, ദേവാലയത്തിൽ. 37. ലൂക്ക 21:34 സമാനവാക്യം. ഓപ്ഷൻ എ, വെളിപാട് 6:12 മുതൽ 13 വരെ. ഓപ്ഷൻ ബി, മത്തായി 24:48 മുതൽ 50 വരെ. ഓപ്ഷൻ സി, പുറപ്പാട് 12:14 മുതൽ 20 വരെ. ശരിയുത്തരം ഓപ്ഷൻ ബി, മത്തായി 24:48 മുതൽ 50 വരെ. താങ്ക് യു.